ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം എന്താണെന്നല്ലേ, ഞണ്ട് ഗ്രേവി. ചപ്പാത്തിക്കും ചോറിനും എല്ലാം സൂപ്പറാன ഡിഷാണ്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുക്കാം. ഈ കാല് തനിയെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. നമുക്ക് എടുത്തിട്ട് ഒരു പാൻ വെച്ച് അതിൽ വെളുത്തുള്ളി, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു നീളത്തിൽ ഇഞ്ചി, ഇതെല്ലാം പൊടിയായിട്ട് അരിയണ്ട, അരയ്ക്കാനുള്ളതാണേ. അപ്പോൾ ഒരു സാമാന്യ വലുപ്പത്തിൽ അരിഞ്ഞിട്ടാൽ മതി. എണ്ണയിൽ വഴറ്റിയിട്ട് സവാള, ഒരു 3 സവാളയെ ഇതും നന്നായിട്ട് വഴറ്റാം. ഒത്തിരി ചുമപ്പിച്ചൊന്നും വഴറ്റണ്ട, നോർമലായിട്ട് വഴറ്റിയാൽ മതിയേ. ഞണ്ട് നമ്മൾ ആ മുഴുവനേ ഉള്ളത് 2 കട്ട് ചെയ്തിട്ടുണ്ട്. കാലെല്ലാം തനി എടുത്തിട്ടുണ്ട്, ആ വലിയ കാലുകൾ. ഇത് നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്ക് തേങ്ങ, ഒരു കപ്പ് തേങ്ങ ചിരികിയത് ഇതും ഇട്ട് വഴറ്റാം. ഇത് കുറച്ച് വറുത്താൽ മതിയേ, ഒത്തിരി അങ്ങ് ചുമപ്പിച്ചൊന്നും വറുക്കേണ്ട ആവശ്യമില്ല. 1 സ്പൂൺ ഉപ്പ് കൂടെ ഇടാം നമുക്ക്. ഇട്ട് നന്നായിട്ട് വറുത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് നമുക്ക് ഒരു ടീസ്പൂൺ തക്കാളിപ്പഴം ഇടാം. ഒരു ചെറുത്, വലുത് വേണ്ട, ഒരു ചെറിയ തക്കാളിപ്പഴമേ. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ ഇട്ടാൽ മതിയേ. പെരിഞ്ജീരകം, തക്കാളിപ്പഴം, കൂടവേ കുരുമുളക്. ഇതാണ് ഇതിൽ പ്രധാനമായിട്ട് ഇടേണ്ടത്. ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മളിത് മിക്സിയിൽ നൈസായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ട് പാൻ വെച്ച് അതിൽ ഒരു 3-4 പച്ചമുളക്, എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. ഒരു 5-6 കൂടി ഇടാം. എരിവ് അധികമായിട്ട് വേണമെങ്കിൽ ഒരു 5-6 കൂടി ഇടാം. നമ്മൾ കുരുമുളക് ഇടുന്നതിനാൽ പച്ചമുളക് അധികം വേണ്ട. ഒരു 5-6 പച്ചമുളക് ഇട്ട് കറിവേപ്പില ഇട്ട് നമ്മൾ ഈ അരച്ചെടുത്തുകൊണ്ടൊന്ന് മിക്സ് ഇതിലൊഴിക്കാം. ഒരു വഴറ്റിയിട്ട് നമ്മൾ കഴുകിയ വെള്ളം ഒഴിക്കാം. വഴറ്റിയിട്ട് ഇതിൽ ഞണ്ടിനെ ഇടാം. നമ്മളെ ഞണ്ടപ്പന്മാരെ പറക്കി ഇതിലിടാം. അപ്പോൾ സൂപ്പറായിട്ട് എല്ലാ ഞണ്ടും ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ അരപ്പ് നന്നായിട്ട് ഇളക്കി ചേർത്തിട്ട് ആ വെള്ളം ഒരു ഗ്ലാസ് വെള്ളം വേണ്ട, ഒരു 1/2 ഗ്ലാസ് വെള്ളം മതി. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പ് നോക്കിയിട്ട് നമ്മൾ അടച്ച് വെക്കാം. അടച്ചൊരു 10 മിനിറ്റ്, അതിൽ കൂടുതൽ വന്നാൽ 15 മിനിറ്റ്, അതിൽ കൂടുതൽ വെക്കണ്ട, വേവും. അടച്ച് വെച്ച് വേവിക്കാം. വെള്ളം പറ്റിയിട്ടുണ്ട്. ഇതിനി അങ്ങനെ നമ്മൾ തുറന്ന് വെച്ച് ആ വെള്ളത്തെ നമ്മളങ്ങ് പറ്റിച്ചെടുക്കുകയാണ്. ഇനി അടയ്ക്കണ്ട, ഇത് വെന്തിട്ടുണ്ട്. ഇപ്പം ഞണ്ട് ഉപ്പെല്ലാം കറക്റ്റായിട്ട് അപ്പോഴേ ഇടണം, നമ്മൾ അരപ്പിലേ ഇടണം, അപ്പോഴേ ശരിയാകത്തുള്ളൂ. ഇനി കുറച്ച് ഒരു 2 സ്പൂൺ കുരുമുളക് പൊടി കൂടി ഇടുവാണ് ഞാൻ. ഒരു കളറ്, എരിവ് എല്ലാം വരും കുരുമുളക് പൊടി ഇട്ടാൽ. വേണമെങ്കിൽ ഒരു കൊത്ത് കറിവേപ്പില ഇനിയും കൂടി ഇടാം. കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പറായ ഞണ്ട് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.